സമുദ്രവും മലനിരകളും രൂപപ്പെടുന്നതിന് മുമ്പേ മറിയം കർത്താവിന്റെ മനസ്സിലുണ്ട്. മാലാഖ ഗബ്രിയേൽ സ്വർഗ കവാടത്തിൽ നിന്ന് മറിയത്തെ തേടി വരുന്നു. പറയുന്നു, കെക്കരി തോമനെ, കൃപ നിറഞ്ഞവളെ. യേശയ്യ ആരെക്കുറിച്ചാണോ പ്രവചിച്ചു വച്ചിരുന്നത്, ആ ഇമ്മാനുവേൽ ദാ നസ്രത്തിലെ ഒരു വീടിന്റെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. സമാഗമ കൂടാരത്തിൽ വാഗ്ദാന പേടകത്തിന്റെ മേൽ ദൈവത്തിന്റെ മേഘം അതിനെ പൊതിഞ്ഞ് നിന്നതുപോലെ ഇവിടത്തെ മറിയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് പൊതിഞ്ഞ് നിൽക്കുന്നു. സ്വഭാവം മോചിതമായി ശത്രുവിൻ കോളതിൽ നിന്നു. ചന്ദ്രനെ പോലെയാണ് മറിയം. സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഇരുട്ടിലായിരിക്കുന്നവർക്ക് നിലാവെളിച്ചം പകർന്നു കൊടുക്കുന്നവളാണ് മറിയം. മേരി ഈസ് ഇൻസെപ്പറബിൾ ഫ്രം ക്രൈസ്റ്റ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോ അവൾ കൊടുക്കേണ്ടി വന്ന വില എന്താണ്? വാതിലുകൾ തനിക്ക് നേരെ കൊട്ടിയടയ്ക്കപ്പെടുന്ന ദാരിദ്ര്യത്തിലേക്ക്, അതിന്റെ പരിമിതികളിലേക്ക് അവൾ ചുരുക്കപ്പെടുന്ന ഒരു ബേത്ലഹേം കാത്തിരിപ്പുണ്ട്. ഭീതിയുടെ ഭയപ്പാടിന്റെ ഈജിപ്ത് അവളെ കാത്തിരിപ്പുണ്ട്. കാൽവരിയുടെ നൊമ്പരം അവളെ കാത്തിരിപ്പുണ്ട്. അവളുടെ ചങ്കിനെ തുളയ്ക്കുന്നൊരു വാള് അവളെ കാത്തിരിപ്പുണ്ട്. അവളുടെ പുത്രന്റെ ചേതനയറ്റ ഉടല് ഒരമ്മ കൈക്കുഞ്ഞിനെ കയ്യിലെടുക്കുന്നത് പോലെ മടിയിൽ കിടത്തി നിരിക്കേണ്ടി വരുന്നൊരു നേരം അവളെ കാത്തിരിപ്പുണ്ട്. നിത്യത താങ്ങിയ മുട്ടുകളെ ോരുദരവുമേ അമ്മേ മറിയം ഭാഗ്യവതി. ഈശോയ്ക്ക് വാസസ്ഥലമായ അവൾ ദാ ഇപ്പോൾ ഈശോയുടെ മൗതിക ശരീരമായ മിസ്റ്റിക്കൽ ബോഡിയായ സഭയെ ഒരുക്കുകയാണ്. വിളവെടുപ്പിന്റെ ആദ്യത്തെ പുഷ്പമാണ് അവള്. സ്വർഗസിംഹാസനത്തിൽ രാജ്ഞിയായി വാഴിച്ച് മറിയത്തെ മകൻ ഇരുത്തുന്നു. ഒന്നും തേടാതഖിലവുമേ കണ്ടെത്തിയൊരു രാജ്ഞി നീ, ദൈവകുമാരനു മാതാവേ, ശൂന്യതയില്ല നിറവല്ലോ. സ്വർഗത്തിലേക്ക് എത്തിയ ശേഷവും അവൾ അവളുടെ ശുശ്രൂഷ, അവളുടെ കരുണ കരുതൽ തുടരുകയാണെന്ന് നമ്മൾ തിരിച്ചറിയും. കാരണം ഭൂമിയിൽ ഏറ്റവും നന്നായി നമ്മളെ സ്നേഹിച്ച അമ്മ സ്വർഗത്തിൽ അതിലും നന്നായി നമ്മെ സ്നേഹിക്കും. വചനം ചൊല്ലി